നമ്മളിന്നൊരു പുതിയ ഡിസൈനിലുള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എങ്ങനെയാണ് സ്റ്റെം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പെറ്റൽസ് ഞാൻ ചെയ്തത്. ഏകദേശം അതേ പാറ്റേൺ തന്നെയാണ്. ഈ ഒരു സ്ക്വയറിൽ തന്നെ കളർ പേപ്പർ ജസ്റ്റ് 8x8 ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതേ പാറ്റേണിൽ തന്നെയാണ് മടക്കി ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പെറ്റൽ ഉണ്ടാക്കി നോക്കാം. അപ്പം ഇത് 8x8 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പം ഇതിനെ നമ്മൾ ഫസ്റ്റ് ഡയഗണലായിട്ട് ഇങ്ങനെ മടക്കാം. അതേപോലെ ഒന്നുകൂടെ രണ്ടാമത്തെ ഫോൾഡ് ഇതേപോലെ ഒരു തവണയും കൂടെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ ഒരു പെറ്റലിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലെ ഒരു ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഷേപ്പ് വരച്ചു കൊടുത്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതേപോലെ 6 പെറ്റൽസ് ഉള്ളൊരു ഫ്ലവറായിട്ടാണ് ഇത് കിട്ടുന്നത്. പക്ഷെ നമ്മളൊരു 3 പെറ്റൽ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഹാഫായിട്ട് മുറിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസ് പെറ്റൽസിൻ്റെ സൈഡിലുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കത്രികയും കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നടുക്കുന്ന് 4 എന്ന് പറഞ്ഞ പോലെ ഹാഫായിട്ട് കട്ട് ചെയ്യാം. ഇനി ഈ ഒരു സെറ്റ് പെറ്റൽ നമ്മൾ എടുത്തിട്ട് ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പെറ്റലിനെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാവും. ഇങ്ങനെ പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ 2 പെറ്റൽസും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പശ ഉപയോഗിച്ചിട്ട് നമുക്കിത് രണ്ടും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. സ്റ്റിക്ക് ചെയ്തു. ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു 2 സ്ട്രൈപ്പ് മാത്രം ചെറിയ 2 സ്ട്രൈപ്പ് മാത്രം ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇതേപോലെ. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സെപ്പറേറ്റ് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് പശ തേച്ചിട്ട് ഇതിൻ്റെ അകത്തൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മൾ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും ഫ്ലവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും. ഞാനിപ്പോൾ ഇത് 2 കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. യെല്ലോയിലും റെഡിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 സ്റ്റെംസാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ജസ്റ്റ് ഒരു തിക്കായിട്ടുള്ള ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീഫിലർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കളർ പേപ്പറിൽ റോൾ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റെമ്മാണിത്. ഇനി ജസ്റ്റ് ഈ സാധനം ഒന്ന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒട്ടിച്ച് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ്
എൻഡിൽ സ്റ്റെമ്മിൻ്റെ ഒരു ടോപ്പ് അറ്റത്ത് മാത്രം നമുക്കൊരു പെറ്റൽ നടുക്കുന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പശയും കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അതായത് നമുക്കിത് ഈ ഒരു പോർഷൻ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പശ വെച്ച് ഇവിടെയും കൂടി കുറച്ച് പശ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഓരോ പെറ്റൽസ് എടുത്തിട്ട് ഓരോ ഫ്ലവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഗം തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ സൈഡിൽ കൂടെ. ഇതേപോലെ ഗം ഒരു സൈഡിൽ ഇങ്ങനെ തേച്ചിട്ട് അപ്പം എല്ലാ പെറ്റൽസും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഒരു ഫ്ലവർ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഈ ഒരു ഫ്ലവറാണ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ പല കളേഴ്സ് പല കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അധികം സമയമൊന്നും എടുക്കത്തില്ല. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് ചെയ്യാം.